രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുമോ എന്നതിൽ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി തിങ്കളാഴ്ച പരിഗണിക്കും. രാഹുലിനെതിരായ പരാതി പരിഗണിക്കും. മൊഴിയെടുക്കുന്നത് ഉൾപ്പെടെയാണ് പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി ശ്രീദേവി പിള്ള ചേരുന്നുണ്ട്. ശ്രീദേവി, അപ്പോൾ രാഹുലിന്റെ കാര്യത്തിൽ അയോഗ്യനാക്കുന്ന വിഷയത്തിൽ തിങ്കളാഴ്ച എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ കാര്യങ്ങൾ എത്തുകയാണ്. പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ് തിങ്കളാഴ്ച ഉണ്ടാവുക. തിങ്കളാഴ്ച DK മുരളി MLA നൽകിയ പരാതി എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിഗണിക്കും. എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് അത്തരത്തിലൊരു പരാതി വന്നാൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതിൽ പരാതി നൽകിയ ആളുടെയും ആരെക്കുറിച്ചാണോ ആരോപണം ഉയർന്നിരിക്കുന്നത് ആ വ്യക്തിയുടെയും ഭാഗം കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല, എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കണം എന്ന് ഇരുപക്ഷവും പറയുകയാണെങ്കിൽ ആ തെളിവുകൾ ഹാജരാക്കാനുള്ള സമയം നൽകണം. അതിനുശേഷം അത് പരിശോധിക്കണം. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്നാണ് നിയമസഭാ ചട്ടം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആദ്യം ഈ പരാതി പരിഗണിച്ച ശേഷം തുടർ നടപടികൾ, നിയമപ്രകാരമുള്ള നടപടികൾ എങ്ങനെയായിരിക്കണം, അതിന്റെ ഒരു സമയക്രമം എങ്ങനെയായിരിക്കണം, ഇത് സംബന്ധിച്ചായിരിക്കും എത്തിക്സ് കമ്മിറ്റി ഫെബ്രുവരി 2-ാം തീയതി തീരുമാനിക്കും. കോവിന്ദൻ സഖാവ് കോവിന്ദൻ സഖാവ് ഈ കോവിന്ദൻ സഖാവാണ് ഈ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ആരാണ്? കോവിന്ദൻ സഖാവ്. ആ കോവിന്ദൻ സഖാവ് എല്ലാവരും കൂടിയിട്ട് കോടതിയിൽ അടപടലം മൂഞ്ചി നിൽക്കുന്ന പരാതികളൊക്കെ കോവിന്ദൻ സഖാവിനും സഖാക്കൾക്കും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. അയോഗ്യനാക്കും അത്രേ അയോഗ്യൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ആരൊക്കെയാണ് അയോഗ്യനാക്കാൻ പറയുന്ന ആൾക്കാർ? ഒന്ന് നമ്മളെ മുകേശനാണ്. ഏത് മുകേശൻ? അതന്നെ സിനിമാ നടൻ മുകേശൻ. മറ്റൊരാളാണ് ഗണേശനാണ്. ആ ഗണേശൻ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഗണേശന്റെ ജന്മം പോലുമെന്ന് സ്വന്തം തന്ത ബാലകൃഷ്ണപിള്ള വിളിച്ചു പറഞ്ഞ അതേ ഗണേശൻ. മനസ്സിലായില്ലേ? ഗണേശന്റെ അവിഹിതങ്ങൾ കാരണം മനം മടുത്ത് ഇറങ്ങിപ്പോയ യാമിനി തങ്കച്ചി. ഗണേശൻ ഉണ്ടാക്കിയ കുഞ്ഞ് ഇന്നും തന്തയില്ലാ കുഞ്ഞായി ജീവിക്കുന്നു. ആര് പ്രസവിച്ചത്? സരിതാ നായർ പ്രസവിച്ച കുഞ്ഞ്. ആ ഗണേശനാണ് രണ്ടാമത്തെ ആള്. എന്തിന്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ. അത് ഫെബ്രുവരി 2 എന്ന് പറഞ്ഞാൽ വരുന്ന തിങ്കളാഴ്ച വല്ലാതെ ഇവരങ്ങ് ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? വാ അരെ വാ അരെ വാ അരെ വാ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കണം അത്ര അയോഗ്യൻ. അയാളെ വീഴ്ത്താൻ പല ശ്രമങ്ങൾ നടത്തി. ഒരു പരാതി ആദ്യം ആരോപണത്തിൽ വീഴ്ത്താൻ പറ്റുമോ നോക്കി, നടന്നില്ല. പിന്നെ പരാതി കൊണ്ടുവന്ന് വീഴ്ത്താൻ പറ്റുമോ നോക്കി, ഇല്ല. പരാതി 1 വന്നു, കോടതിയിൽ തകർന്നടിഞ്ഞു. 2 വന്നു, കോടതിയിൽ തകർന്നടിഞ്ഞു. 3-മത്തേത് വന്നു, അയാളെ അറസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ പരാതി കോടതിയിൽ ഛിന്ന ഭിന്നമായി പോയി. മാത്രമല്ല, ജനം അയാൾക്കൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. എല്ലാം കാണുമ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി. എടുത്ത ആയുധങ്ങളൊക്കെ മൂർച്ചയില്ലാത്ത ഉപയോഗശൂന്യമായ തുരുമ്പിച്ച ആയുധങ്ങളായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അയോഗ്യനാക്കാൻ പറ്റുമോ എന്നാണ് ചർച്ച നയിക്കുന്നതാരാ? കോവിന്ദൻ സഖാവ്. ഏത് കോവിന്ദൻ സഖാവ്? അതേ കോവിന്ദൻ സഖാവ്. മുകേഷിനെ സംരക്ഷിക്കുന്ന, ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന, P ശശിക്ക് തീട്ടം കൈവി കൊടുക്കുന്ന, PK ശശിയെയും AK ശശീന്ദ്രനെയും കടകംപള്ളിയെയും തോമസ് ഐസക്കിനെയും ഒക്കെ കൊണ്ട് നടക്കുന്ന അതേ കോവിന്ദൻ സഖാവ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ പോകുന്നു. കാരണം എന്താ? കോവിന്ദൻ സഖാവാണ് ഈ നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. ആരാണ്? കോവിന്ദൻ സഖാവാണ്. അപ്പോൾ ആ കോവിന്ദൻ സഖാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ പോകുന്ന അത്രേ. നമ്മളൊക്കെ പേടിച്ചു പോയി അല്ലേ? രാഹുലും പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. എടോ കോവിന്ദ, രാഹുൽ പേടിച്ചു പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സഖാക്കളുടെ ഒരു ഗതികേട് നോക്കണേ. ഒരു ഭാഗത്ത് മുകേഷിനെയും ഗണേശനെയും ശശിയെയും PK ശശിയെയും കടകംപള്ളിയെയും തോമസ് ഐസക്കിനെയും AK ശശീന്ദ്രനെയും അങ്ങനെ പൂവങ്കോഴികളായിട്ടുള്ള 1000 ആളുകൾ AKG സെൻറ്ററിൽ. ഇനി ക്ലിഫ് ഹൗസിലേക്ക് വന്നാലോ, അവിടെ മുഹമ്മദ് റിയാസ്. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നാലോ, അവിടെ P ശശി. ഈ പറയുന്ന പീഡന വീരന്മാരെയൊക്കെ സംരക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. എന്താ കാര്യം? കാര്യമൊന്നുമില്ല. ആദ്യം കുറേ
ഈ പറയുന്ന സ്ത്രീകളെ മുന്നിൽ നിർത്തി കുറേ ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കി നോക്കി. നെവർ എവർ ഒരു രക്ഷയുമില്ല. രാഹുലിൻ്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി. കേരളത്തിൽ വേറെ എവിടെയും പോലീസ് ഓഫീസോ അല്ലെങ്കിൽ പോലീസിൻ്റെ കേന്ദ്രങ്ങളോ ആസ്ഥാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം മുഖ്യമന്ത്രിയുടെ മുന്നിൽ പരാതി നേരിട്ട് വന്നിട്ട്. ഈ നേരിട്ട് വന്ന് പരാതി നൽകാൻ വന്നപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഡോറ് തുറന്നു കൊടുത്ത് പരാതിക്കാരിയെ സ്വീകരിക്കുന്നതാരാ? പി ശശിയ അല്ലേ? പി ശശിയാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി. നേരെ കോടതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുന്നു. ജാമ്യം ലഭിച്ചു എന്ന് മാത്രമല്ല, കോടതി എന്താ നിരീക്ഷിക്കുന്നത്? പീഡനമില്ല, ബലാത്സംഗമില്ല, ക്രൂരതയില്ല, ഒന്നും തന്നെയില്ല. ഉള്ളത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രം. അവിടെ കോടതി നിർത്തിയോ? ഇല്ല. കോടതി ഈ നിരീക്ഷണം തുടരുകയാ. എന്താ പറയുന്നത്? രാഹുൽ അവിവാഹിതനാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ നിയമപ്രകാരം അവിവാഹിതനായ വ്യക്തിക്ക് സമ്മതത്തോടുകൂടി, എന്ന് പറഞ്ഞാൽ കടന്നു പിടിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ അല്ല, സമ്മതത്തോടു കൂടി എത്ര ആളുകളുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് ഈ രാജ്യത്തിൻ്റെ നിയമം പറയുന്നു എന്ന് കോടതി സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നെ എങ്ങനെ രാഹുൽ കുറ്റക്കാരനാകും? രാഹുൽ കുറ്റക്കാരനാകണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരായിട്ട് ചെയ്യണമല്ലേ? ഈ രാജ്യത്തൊരു നിയമമുണ്ടല്ലേ? ആ നിയമത്തിനെതിരെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ കുറ്റക്കാരനാവുന്നത്. ആ നിയമത്തിനെതിരല്ല രാഹുലിൻ്റെ പ്രവർത്തനങ്ങളെന്ന് ആര് പറയുന്നു? ഞാനാണോ? അല്ലെ നിങ്ങളാണോ? അല്ലല്ലോ. കേരളത്തിലെ മാധ്യമങ്ങളാണോ? അല്ലല്ലോ. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ, ഇവിടുത്തെ ജുഡീഷ്യറി, ഇവിടുത്തെ കോടതി പറയുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന്. പിന്നെ എങ്ങനെ രാഹുലിനെ അയോഗ്യനാക്കും? എൻ്റെ മാനദണ്ഡം എന്താണ്? അയോഗ്യനാക്കണമെങ്കിൽ അയാളൊരു കുറ്റവാളിയാകണം, അയാളൊരു കുറ്റകൃത്യം ചെയ്തിരിക്കണം. ആ കുറ്റകൃത്യം ചെയ്താൽ മാത്രമേ അയാളെ അയോഗ്യനാക്കാൻ കഴിയുള്ളൂ. അതൊന്നുമില്ലാത്ത കാലത്ത് എങ്ങനെ അയാളെ അയോഗ്യനാക്കാൻ കഴിയും? അല്ലേ? ഇനി ഷഡ്ഡി കട്ടു എന്നൊരു കേസ് ഒരാൾക്കെതിരെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം മുകേഷിനെതിരെ തന്നെ പീഡനം നിലനിൽക്കുന്ന കേസുണ്ടല്ലോ, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. പീഡനം, ഈ മുകേഷിനെതിരെ പറയുന്ന ആരോപണങ്ങൾ അത്രയും ശരിയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ടല്ലോ. എന്തേ മുകേഷിനെ അയോഗ്യനാക്കണ്ടേ? വേണ്ടേ? വേണ്ടെന്നാ പറയുന്നത്. കാരണം എന്താ? മുകേഷ് സഖാവാണ്. ആ സഖാവിൻ്റെ ലിംഗത്തിൻ്റെ നീളം ബാലനും ശ്രീമതിയും അളന്നിട്ടുണ്ട്, തീവ്രത കുറവാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ രാഹുലിനെ പക്ഷേ അയോഗ്യനാക്കണം. കാരണം എന്താ? അയാൾ സഖാവല്ല, അയാൾ കോൺഗ്രസ്സുകാരനാണ്. മാത്രവുമല്ല, രാജാവിൻ്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിരൽ ചൂണ്ടി മുഖത്ത് നോക്കി പറയുന്ന വ്യക്തിയെ എങ്ങനെയായാലും അയോഗ്യനാക്കണം. കാരണം രാജാവിൻ്റെ മുമ്പിൽ എല്ലാവരും കുമ്പിട്ട് നിൽക്കണമെന്നാ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ അല്ലാത്ത ആളുകളെ അയോഗ്യനാക്കും. ആരയോഗ്യനാക്കുക? ഗോവിന്ദൻ അയോഗ്യനാക്കും. ഇങ്ങോട്ട് വാ അയോഗ്യനാക്കാൻ. ഇവരങ്ങോട്ട് തീരുമാനിച്ചാൽ പോരല്ലോ. ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥകളും ഇവിടുത്തെ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവർ കൂടി തീരുമാനിക്കണമല്ലോ, അല്ലേ? ഇപ്പം പരാതി പറഞ്ഞപ്പോൾ, ഒരു പരാതി വന്നപ്പോൾ അതും പൊക്കിപ്പിടിച്ച് നടന്ന സഖാക്കൾ ആ പരാതി കോടതിയിലേക്ക് എത്തുമ്പോൾ എന്താവുന്നത്? ചീട്ട് കൊട്ടാരം പോലെ തകരുകയാണ്, എല്ലാം തകർന്നടിയുകയാണ്. കോടതിയിലെത്തിയപ്പോൾ പരാതി നിയമപരമായി നിലനിൽക്കില്ല പോലും. ആരാ പറയുന്നത്? കോടതിയാ പറയുന്നത്. അപ്പോൾ ഗോവിന്ദനും സഖാക്കളും കട്ടൻ ചായയും കൂടി പരിപ്പോടെയും കഴിച്ചിട്ട് രാഹുലിനെ അയോഗ്യനാക്ക്. ബാക്കി നമുക്ക് കോടതിയിൽ കാണാം. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥക്കെതിരായിട്ട് താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ടെങ്കിൽ അയോഗ്യനാക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അയാൾ അയോഗ്യനാവില്ല. കാരണം ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഒരു നീതിന്യായ കോടതിയുണ്ട്, ജുഡീഷ്യറിയുണ്ട്. രാഹുലിന് പറയാനുള്ളത് അവിടെ പറയും. ആ കോടതി പറയട്ടെ രാഹുൽ അയോഗ്യനാണോ അല്ലയോ എന്നുള്ളത്. എന്താണെങ്കിലും നിങ്ങൾ വല്ലാതെ ഭയക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ. ഇപ്പോൾ ഈ അയോഗ്യത എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള അവസാനത്തെ അടവാണെന്നറിയാം. പക്ഷേ കോടതികളുള്ള കാലത്തോളം രാഹുലിനെ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം എന്താ?
അയാൾ ഈ രാജ്യത്തെ ഒരു രീതിയിലും ഒരു നിയമത്തിനെതിരായിട്ടും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ കുറ്റക്കാരനുമല്ല. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സഖാക്കൾ പണിയെടുക്കും. സഖാക്കൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു കിണറേലു റിപ്പോർട്ടറേലു ആയിരുന്നു ആദ്യം. റിപ്പോർട്ടറിൽ നിന്ന് രാജിവെച്ച് പോയി ഇറങ്ങിപ്പോയിട്ട് കിണറേലു ആയ ഒരാളുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ കിണറേലു UDFൻ്റെ ഒരു നേതാവിനെതിരെ ഒരു കേസ് അത് പ്രാബല്യത്തിൽ വരുത്തണമെന്ന് ഞാൻ സുപ്രീം കോടതിയിൽ പോയി. പിറ്റേ ദിവസം സുപ്രീം കോടതി പറഞ്ഞ് ഇനി വന്നാൽ നിന്നെയാണ് അയോഗ്യനാക്കാൻ പോകുന്നത്, അയാൾ മത്സരിക്കും, വേണമെങ്കിൽ മത്സരിച്ച് തോപ്പിക്കുക എന്ന് ആര് പറയുന്നു? കോടതി പറയുന്നു. അതേ അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിലേതും. കാരണം എന്താ, എങ്ങനെങ്കിലും അയോഗ്യത ഉണ്ടാക്കി. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ കാലമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാൾ മത്സരിക്കുന്നത് ഇല്ലായ്മ ചെയ്യുവാൻ, അതിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങളെ അത്രമാത്രം ഈ സഖാക്കൾ ഭയപ്പെടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ രാജാവടക്കം നിക്കറിൽ മുള്ളുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്.